ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് താമ്രത്തൊട്ടിയെക്കുറിച്ചാണ്. അതിൻ്റെ ഉദ്ദേശം, അത് ഉണ്ടാക്കിയത്, അതിൻ്റെ ഉദ്ദേശം താമ്രത്തൊട്ടിയിലെ വെള്ളത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അത് വെള്ളം സ്നാനത്തിനൊരു മുൻകുറി, ഒരു നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ആ വെള്ളത്തിന് മറ്റൊരു അർത്ഥതലം കൂടെയുണ്ട്. ഈ തൊട്ടിയിലെ വെള്ളം സ്നാനത്തിന് നിഴൽ നമ്മൾ ചിന്തിച്ചു. തൊട്ടിയിലെ വെള്ളം പരിശുദ്ധാത്മാവിന് കൂടെ ഒരു നിഴലാണ്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളിലൂടെ വായിച്ച് ഇങ്ങോട്ട് വരാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 7:38-39. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ മുമ്പ് ചിന്തിച്ചു, ഈ തൊട്ടിക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞിട്ട് എല്ലാ ഉപകരണങ്ങൾക്കും, യാഗപീഠത്തിന് ധൂപപീഠത്തിന്, അതുപോലെ നിയമപെട്ടകത്തിന്, ഇതിനെല്ലാം ഒരളവ് പറഞ്ഞിട്ടുണ്ട്. തൂണിൻ്റെ അളവ്, എല്ലാത്തിനും ഒരളവ്, ഒരു കൃത്യമായ ഒരളവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താമ്രത്തൊട്ടിക്ക് പ്രത്യേകിച്ച് അളവ് പറഞ്ഞിട്ടില്ല. നമ്മൾ ചിന്തിച്ചു വന്നതുപോലെ തന്നെ ബൈബിളിൽ കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ പറയുന്നതിനകത്ത് മറ്റൊരു ഉദ്ദേശമുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിനകത്ത് ഉള്ളത് നമ്മൾ ഈ തൊട്ടി ക്രിസ്തുവിന് നല്ലതാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി തൊട്ടിയിലെ വെള്ളം സ്നാനത്തിന് നല്ലതാണെന്ന് ചിന്തിച്ചു. തൊട്ടിയിലെ വെള്ളം പരിശുദ്ധാത്മാവിന് നല്ലതാണ്. അപ്പോൾ അളവ് പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തുവിന് നല്ലതാണ്. ഇതിനകത്ത് മരം ചേർത്തിട്ടില്ല. മിനുക്ക താമ്രം കൊണ്ടുണ്ടാക്കിയ തൊട്ടി മരം ചേർക്കാത്തതാണ്. അപ്പൊ ദൈവത്തെ ഒരു മനുഷ്യനും അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവശക്തിയെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ, ദൈവത്തിൻ്റെ സകല ഗുണങ്ങളെയും ഒരു മനുഷ്യനും അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. തന്നിലൂടെ പുറപ്പെട്ടു വരുന്ന ഇത് ക്രിസ്തു, തൊട്ടി ക്രിസ്തു എങ്കിൽ തൊട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം പരിശുദ്ധാത്മാവിന് നല്ലതാണ്. ഇനി അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നോ എന്നെനിക്കറിയില്ല, എന്നെനിക്ക് മനസ്സിലാകും. അപ്പൊ നോക്കണം, തൊട്ടിക്കകത്തെ വെള്ളം പരിശുദ്ധാത്മാവിനല്ലേ, ക്രിസ്തുവിൻ്റെ അകത്തെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനാലാണ് എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് തൻ്റെ പിതാവിൻ്റെ മേലിരുന്ന ആത്മാവാണ്. അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. റോമർ 8:11 വായിച്ച് 19. റോമാലേഖനം 8-ാം അധ്യായം. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഒന്ന് വായിക്കാമോ? 8. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. അത് വളരെ സാവകാശമായിട്ടിരുന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇപ്പൊ യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർപ്പിച്ചത് ഏത് ശക്തിയാലാണ്? പിതാവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് പുത്രനെ അഭിഷേകം ചെയ്യുന്ന ക്രിസ്തു പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിൻ്റെ മേലിരുന്ന ആത്മാവ്. അപ്പൊ പുത്രന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് തന്നെയാണ് ദൈവത്തിന്റെ മക്കൾ, പുത്രന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട എന്നിൽ നിങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവ്. മനസ്സിലായവർക്കായി സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പുത്രൻ എന്നുള്ളതാണ് ഈ തൊട്ടി. ആ യേശുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന് നിഴലാണ് ഇതിനകത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം. ദൈവത്തിനും ദൈവത്തിന്റെ ആത്മാവിനെയും ഒരു മനുഷ്യനും അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവശക്തിയെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം ലോകത്തിലുള്ള എല്ലാ ശക്തികളെയും നമുക്ക് അത് അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഉപകരണങ്ങളുണ്ട്. കാറ്റിന്റെ ശക്തിയെ, ചൂടിന്റെ ശക്തിയെ, തീയുടെ ശക്തിയെ, എന്ന് വേണ്ട ലോകത്തിലുള്ള സകല ശക്തികളെയും
അളന്ന് തിട്ടപ്പെടുത്തുവാൻ ലോകത്തിൽ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവശക്തിയെ അളന്ന് തിട്ടപ്പെടുത്തുവാനാവതല്ല. ഒരു ഉപകരണവുമില്ല, ഒരു മനുഷ്യനും അതാവതല്ല. കാരണം മനുഷ്യന്റെ അളവുകൾക്കും എത്രയോ അകലെയാണ് ദൈവശക്തി, എത്രയോ വലിപ്പമേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ തൊട്ടിക്കും അളവ് പറയാത്തത്. പുത്രൻ നിഴലാകൊണ്ട് തന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ആത്മാവിന്, പരിശുദ്ധാത്മാവിന് നിഴല്. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4:14 ഒന്ന് വായിക്കാമോ? 4:14 കൂടെ വായിച്ചിട്ട് നമുക്ക് താഴോട്ടൊന്ന് 2 വാക്യം കൂടെ വായിക്കാം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി. അപ്പോ നോക്കണം, പരിശുദ്ധാത്മാവിനെ തിരുവെഴുത്തുകളിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ഭാഗങ്ങളിൽ വെള്ളത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം പരിശുദ്ധാത്മാവല്ല. വെള്ളമെന്ന് കാണുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വെള്ളത്തിനോട് ഉപമിച്ച് ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാവിനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രാവ് പരിശുദ്ധാത്മാവല്ല, അതൊരു ഉപമയാണ്. അതിനകത്തുള്ള ചില സത്തകളുണ്ട്. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിനെ വെള്ളത്തിനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്, അളവ് കൂടാതെ. കണ്ടോ, നിത്യജീവന്റെ ഉറവ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ എന്ത് ചെയ്യും? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഈ ജീവജലവും ജീവജല നദിയും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആത്മാവിനോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിനോടുള്ള അഭിഷേകത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ആത്മാവെല്ലാം, ലോകത്തിൽ വിവിധമായ ആത്മാക്കളുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഏതൊരു ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കളെല്ലാം ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ശോധന ചെയ്തറിയണം. അപ്പൊ ഞാനും നിങ്ങളും ആത്മാവ് ഏതാണെന്ന് ശോധന ചെയ്തറിയണമെങ്കിൽ നമ്മൾ പ്രാപിച്ച ആത്മാവ് നേരെയുള്ളതായിരിക്കണം, പരിശുദ്ധാത്മാവായിരിക്കണം. 2, നമുക്കത് ശോധന ചെയ്തറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം, അത്രയും കഴിവുണ്ടാകണം. ആത്മാക്കളെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിവ് വേണം. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. കഴിവ് വേണമെങ്കിൽ നമ്മൾ ശരിക്കും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മാവിന്റെ അളവറ്റ അനുഭവങ്ങളെ അനുഭവിച്ചവരായിരിക്കണം. ഇന്ന് ഈ കവിഞ്ഞൊഴുക്കും നിറഞ്ഞൊഴുക്കും ഒക്കെ പലയിടത്തും, എല്ലായിടത്തും കാര്യമല്ല പറയുന്നത്, പലയിടത്തും ആത്മാവ് വരുമ്പോൾ കുരയ്ക്കുന്ന ആത്മാവ്, ചിരിക്കുന്ന ആത്മാവ്, മരത്തെ പിടിച്ചു വെച്ച് കയറുന്ന ആത്മാവിന്റെ നിറവ് കൊണ്ട് മരത്തെ കയറുകയാണ്. ഇടയ്ക്ക് അങ്ങനെ കേട്ടു. ചിരിക്കുന്നു, കുരയ്ക്കുന്നു. നമ്മൾ പ്രാപിച്ച ആത്മാവ് അത് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന്റെ സ്വഭാവം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഒരുവൻ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണോ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ പ്രാപിച്ചത് നായ്ക്ക് മേൽ വ്യാപരിക്കുന്ന ആത്മാവല്ല. ചിലർക്ക് വിശുദ്ധ ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആത്മനിറവിന്റെ വലിയ അനുഭവങ്ങളും അളവുകളും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുക, ആത്മാവിന്റെ അളവറ്റ നിറവിൽ കവിഞ്ഞുള്ള അനുഭവങ്ങളോ ഒരുവന്റെ മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ അവൻ ചിരിക്കുകയല്ല ചെയ്യുന്നത്, ക്രൂശിന്റെ ചുവടിലേക്ക് നോക്കി അവൻ അനുതാപത്തോടെ കരയും. ഇല്ലെങ്കിൽ അവൻ അനുതാപത്തോടെ കരയും, ഇല്ലെങ്കിൽ ആനന്ദത്തിന്റെ കണ്ണുനീര് വരും. അട്ടഹാസവും ചിരിയും വരുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല. വാക്യങ്ങളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കുത്തിപ്പറക്കി കൊണ്ടുവന്നൊക്കെ ഇട്ട് കാണിച്ച് കോപ്രായങ്ങളോ ഒക്കെ പറയാം. തിരുവെഴുത്തുകളെ വ്യക്തമായി ഗ്രഹിക്കുകയും വായിക്കുകയും അതിനെ അപഗ്രഥനം ചെയ്യുകയും മനസ്സിലാകുകയും ചെയ്ത ഒരുവന്റെ അടുക്കൽ ഇത്തരം കോമാളിത്തരങ്ങൾ നടക്കത്തില്ല. അവർ ഇത്തരം കോമാളിത്തരങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുകയില്ല. അപ്പോ പരിശുദ്ധാത്മാവ് അതാ പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക, തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തിരുവെഴുത്തിന്റെ ആധാരം, ഒരു വ്യക്തമായ ചുവടുവയ്പുണ്ട്, ഒരു ചുവടുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ അപ്പൊ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് തിരുവെഴുത്ത് പറഞ്ഞ അത് നിറഞ്ഞാലും ശരി കുറഞ്ഞാലും ശരി, അതിന് ആത്മാവിന് വിശുദ്ധിയുടെ ആത്മാവാണ്. അത് നമ്മുടെ മേൽ വരുമ്പോൾ അതിനൊരു വിശുദ്ധിയുടെ മാനദണ്ഡം ഉണ്ടാകും. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കും, നമ്മുടെ ജീവിതം നിർമ്മലീകരിക്കപ്പെടും. അല്ലാതെ ചിരിക്കുകയും കുരയ്ക്കുകയും കൂകുന്നു. യോഗങ്ങളിലെത്തിയാണ്
നിങ്ങൾ എത്ര പേര് കേട്ടണമെന്നറിയില്ല, യോഗങ്ങളിൽ കൂവുക. വിശ്വാസിയും ശുശ്രൂഷകനും വിശ്വാസിയും ചേർന്ന് എന്ത് ചെയ്യുക? കൂവുക. ഈ പിന്നെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ കൂവുക. അപ്പൊ കുറുക്കന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവല്ല നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്. അത് പരിശുദ്ധമാണ്. തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന അപ്പന്റെ ആത്മാവാണത്. അതിന് ഒഴുങ്കുണ്ട്, അതിന് സ്വഭാവമുണ്ട്, അതിന് സ്വഭാവ വിശേഷതയുണ്ട്. അതിനനുസരിച്ച് അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാക്കളെല്ലാം ദൈവത്തിൽ നിന്നുള്ളവയോ. അപ്പൊ ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോ തിരുവെഴുത്ത് പറയുന്നത് പോലെ ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്തെന്ന് ബൈബിളിൽ നിന്ന് പഠിച്ചാൽ മറ്റേ ആത്മാവിന്റെ ഏതാത്മാവ് നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരുള്ളൂ. മനസ്സിലാക്കുന്നവർക്ക് സിമ്പിളാണ്. സിമ്പിള്. ഇതറിയാൻ വയ്യാതെ ചുമ്മാ കിടന്ന് ഓരയിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് താൻ അളവ് കൂടാതെ എന്ത് ചെയ്യുന്നു? ആത്മാവിന്. അപ്പൊ ഇവിടെ വെള്ളത്തിന് അളവ് പറയാത്തത്, തൊട്ടിക്ക് അളവ് പറയാത്തത് ദൈവാത്മാവിനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ദൈവശക്തിയെ ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം കൂടെ നമുക്ക് അതിനാധാരമായിട്ട് വായിക്കാം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. കണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അതുകൊണ്ടാ ബൈബിൾ വായിക്കുന്നത്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോസ്തല പ്രവൃത്തിയിലെ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2:38 എന്ന് വായിച്ച്. 2:38. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കണ്ടോ? നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് എന്ത് ചെയ്യണം? ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ മോചനത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പടിയാണ് മാനസാന്തരം സ്നാനം. അപ്പൊ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടും, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്താ കൊടുക്കുന്നത്? അളവ് കൂടാതെയല്ലോ തൻ്റെ ആത്മാവിനെ പകരുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി അളവ് കൂടാതെ ഒരുവൻ ദൈവസന്നിധിയിൽ അവൻ ആഗ്രഹിച്ച് നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് അളവ് കൂടാതെ ദൈവാത്മാവ് തൻ്റെ ആത്മാവിനെ പകരുവാനായിട്ടിടയായി. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 4-ാം അധ്യായം 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിധി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ അത്യന്ത ശക്തി, അളവുകൂടാത്ത ശക്തി, തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഈ വലിയ ശക്തിയെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുക? മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. അപ്പൊ ദൈവാത്മാവ് ഒരുവന്റെ മേലെ അവൻ ഇച്ഛിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ, സമർപ്പിക്കുന്നത് പോലെ ദൈവാത്മാവ് അളവ് കൂടാതെ പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെള്ളം പരിശുദ്ധാത്മാവിന് നിഴലാണ്. മാത്രമല്ല പ്രൈസ് ദി ലോർഡ്, ഈ വെള്ളത്തിൽ, ഈ തൊട്ടിയിലെ വെള്ളത്താൽ ഒരുവൻ തന്നെത്താൻ കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ ഒരുവന്റെ മേൽ ദൈവാത്മാവ് വരുമ്പോൾ അവൻ ശുദ്ധീകരണത്തിന് വിധേയനാകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം കൂടെ വായിച്ചേ. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നോക്കണം, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശുദ്ധീകരണത്തിന് കാരണമായി തിരിക്കുന്ന എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു.
Praise the Lord. അപ്പോൾ ഈ തൊട്ടിയിലെ വെള്ളത്താൽ ഒരുവൻ തന്നെ കഴുകി ശുദ്ധീകരണം ഉണ്ടാകുന്നത് പോലെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ, അതാ വെള്ളത്തിന്, പരിശുദ്ധാത്മാവിനെ വെള്ളത്തിന്, കണ്ടോ, വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, വെള്ളം പരിശുദ്ധാത്മാവല്ല, വെള്ളത്തിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുക. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ കഴുകി ശുദ്ധമാക്കുക എന്നുള്ളതാണ്. നമ്മളെ കഴുകി ശുദ്ധമാക്കുക. 2, വെള്ളത്തിൻ്റെ മറ്റൊരു ആമേൻ സ്വഭാവം നമ്മുടെ ദാഹം തീർക്കുക. 3, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഒരുവനെ മരണത്തിൽ നിന്ന്, അല്ലേ, നമ്മൾ ഈ മൃതാവസ്ഥയിലായിരിക്കുന്ന അപകടത്തിലോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെയോ ഏതെങ്കിലുമൊക്കെ നിലയിൽ അപകടപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന ആളിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവന് ഇച്ചിരി വെള്ളം കൊടുക്കുക. അവൻ്റെ പ്രാണനെ, കണ്ടോ, അവൻ്റെ ജീവനെ പിടിച്ചു നിർത്തുവാൻ ഉതകുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞതുപോലെ ഒരുവൻ്റെ ആത്മീക മരണത്തിൽ നിന്ന് അവന് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. 2, അവൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത് ദൈവാത്മാവിനാൽ കൂടെയാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന്, പരിശുദ്ധാത്മാവിന് വെള്ളത്തിന് നല്ലതായിട്ട് പറഞ്ഞിരിക്കുന്നത്. വെള്ളം പരിശുദ്ധാത്മാവല്ല, മറിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആമേൻ അവിടെ വെള്ളത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ ഇവിടെ ദൈവാത്മാവിനാൽ, ഞാനതാണ് നേരത്തെ പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവന് പ്രൈസ് ദി ലോർഡ് അവൻ തന്നെത്താൻ വിശുദ്ധീകരണമാണ് അവൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, വിശുദ്ധീകരണമാണ് അവൻ്റെ അകത്ത് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ദൈവത്തിന് കൂടെ സഹിക്കാൻ പറ്റാത്ത പല കോപ്രായങ്ങളാണ് നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വരിക, മറിഞ്ഞു വീഴുക, പ്രൈസ് ദി ലോർഡ്, അവിടെ കിടന്ന് ഉരുളുക, ഇങ്ങനെ ഇത്യാദി ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന ആളുകൾ അവരെ പിടിക്കാൻ ചെല്ലുന്നവരെ ചവിട്ടുക. പ്രൈസ് ദി ലോർഡ്. ഈ ബാധ, പണ്ടൊരു ചെറുപ്പക്കാരനോട് ഇതുപോലെ സ്ഥിരമായിട്ട് പ്രൈസ് ദി ലോർഡ്, അവൻ പോകുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് കൂടെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയാമോ? അവൻ്റെ ചിന്ത പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ആത്മനിറവുണ്ടായ താഴെ വീഴുമെന്നാണ്. അവൻ അഭിഷേകം പ്രാപിച്ച സമയം മുതൽ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച, അല്ലെങ്കിൽ അവന് മനസ്സിലായ സംഗതി ആത്മവ്യാപാരമുണ്ട്. ആത്മാവിൻ്റെ നിറവ് വന്നു കഴിഞ്ഞാൽ വീണ്, കൊച്ചുകുട്ടിയായിരുന്നു, അവനൊരു 10-13 വയസ്സിലൊക്കെ അഭിഷേകം പ്രാപിച്ചാണ്. അപ്പം അവൻ ഈ ഡ്രസ്സും കൂടെ കൊണ്ടുപോകാം. ആത്മനിറവുണ്ടാകുക, വീഴുക, ഉരുളുക. വേറെ ചെറുപ്പക്കാരനെ, ഇതെല്ലാം എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വലിയൊരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ വീണ് കിടന്ന് പിന്നെ പരാക്രമം കാണിക്കുക, അന്യഭാഷ സംസാരിക്കുന്നുണ്ട്. ഇവൻ കിടന്നിങ്ങനെ ഉരുളുക, ഉരുണ്ട് കയ്യും കാലും വിട്ടടിക്കുക. ഉടനെ ഞാൻ പിടിച്ചപ്പോൾ അവൻ ചവിട്ടുക. പിടിക്കുന്നവനെ ചവിട്ടുന്നവനും അടിക്കുന്നവനുമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഈ ഭൂതം ബാധിച്ചവനാണ്. ഒടുവിൽ അവനെ യോഗമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഞാൻ വ്യക്തിപരമായിട്ട് അവനെ ഇങ്ങനെ വിളിച്ചു. നീ എന്തിനാടാ ഈ പിന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ഈ താഴെ വീണ് കിടന്ന് ഉരുളുന്നത്? അപ്പോൾ അവൻ പറഞ്ഞത്, ആത്മാവിൻ്റെ ശക്തിയൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് കാണിക്കണ്ടേ. സ്തോത്രം. ഇനി മേലാൽ തെറിപ്പണി കാണിച്ചേക്കരുത്. ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് എന്താ? അവൻ പറഞ്ഞത്, അവൻ്റെ മറ്റേ ബാധ വ്യാപിച്ചവൻ്റെ അപ്പം പറഞ്ഞത്, അവനെ ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് തീയിലും വെള്ളത്തിലും എന്ത് ചെയ്യുന്നു? അവനെ നുരയ്ക്കുമാറാകുന്നു. നുരയും അവൻ്റെ വായ്ക്കകത്ത് നുരയുണ്ടാകുന്നു. അവൻ വീഴുന്നു, തീയിലും വെള്ളത്തിലും അവനെ തള്ളിയിടുന്നു. അപ്പം ദൈവാത്മാവ് എന്ന് പറയുന്നത് തള്ളിയിടുന്ന ആത്മാവല്ല, അവനെ നിവർത്തുന്ന ആത്മാവാണ്. വെറുതെ പ്രൈസ് ദി ലോർഡ്. അതേ യോഗത്തിൽ വേറൊരു സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, ആ യോഗത്തിൽ ഇങ്ങനെ എല്ലാവരും വീഴുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി നോക്കിയിട്ട് പുള്ളിക്കാരിയും പതുക്കെ അങ്ങ് വീണു. ഇങ്ങനെയുള്ള ഒരുപാട് കോപ്രായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ പറയാം, നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്കകത്തുള്ള ശുശ്രൂഷകന്മാരാണ് ആ സഭയെ നേരാമണ്ണം ദൈവാത്മാവിൻ്റെ നിർമ്മലീകരണത്തിലൂടെ നടത്തേണ്ടത്. ദൈവവചനം അദ്ദേഹം പഠിക്കുകയും ആ സഭയെ പറഞ്ഞ് പ്രസംഗിച്ചും പഠിപ്പിച്ചും പ്രൈസ് ദി ലോർഡ് ആ വചനത്തിൽ ഉറപ്പിച്ച് നേരായ മാർഗത്തിലൂടെ പോകുവാൻ അനുവദിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവനെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്,
ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. സാഹചര്യം സന്ദർഭമൊക്കെ മനസ്സിലാക്കി ഇടപെടുവാനുള്ള പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകപ്പെടുന്നു. കുരിശിൻ്റെ ചുവട്ടിലേക്ക് നോക്കി, അല്ലെങ്കിൽ ആത്മനിറവൻ ഒരുവൻ്റെ മേൽ വരുമ്പോൾ ആത്മനിറവാകട്ടെ, അതിൻ്റെ അഗ്നിയാകട്ടെ, ഏത് തലം വന്നാലും ഒരുവൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ തീക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ. നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ തീക്കകത്തിട്ടാൽ, പൊന്നിനെ തീക്കകത്തിട്ടാൽ, ഏതൊരു വസ്തുവിനെയും തീക്കകത്തിട്ടാൽ അതിൻ്റെ അകത്തെ കീടങ്ങളെല്ലാം മാറിപ്പോയിട്ട് നിർമ്മലമായത് മാത്രമേ പിന്നെ അവശേഷിക്കുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് ഒരുവൻ്റെ മേലിറങ്ങിയാൽ അവൻ അതിനകത്ത് അവൻ്റെ അശുദ്ധികളെല്ലാം ആത്മാവിൻ്റെ ശുദ്ധീകരണത്താൽ, ആത്മാവിൻ്റെ തീയാൽ വെന്തിരിഞ്ഞവൻ നിർമ്മലനാകും. കുറേ കൂടെ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ കണ്ടീഷനാകും. അവൻ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തിനാലാണ് അതിനകത്തും ശുദ്ധീകരണം തന്നെ. അതുകൊണ്ട് ആകയാൽ ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ട് തീരാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം, പുറപ്പാട് പുസ്തകം 29:4 മുതൽ 7 വരെയുള്ള വാക്യം വേഗത്തിലൊന്ന് വായിച്ച് നമുക്ക് 1-2 വാക്യങ്ങളോട് ചിന്തിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വസ്ത്രം എടുത്ത് അഹരോനെ ഉള്ളങ്കിയും ഏഫോദിന്റെ അങ്കിയും ഏഫോദും പതക്കവും ധരിപ്പിച്ച് അവന്റെ അരയ്ക്ക് ഏഫോദിന് നടുക്കെട്ട് കെട്ടണം. അവൻ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വയ്ക്കണം. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അപ്പൊ ഞാൻ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുളിച്ച് ഈ തൊട്ടിയുടെ അടുക്കൽ വന്ന് കുളിച്ച് അവന്റെ വസ്ത്രം മാറണം. വസ്ത്രമൊക്കെ മാറി അവൻ രാജകീയ വസ്ത്രം, പൗരോഹിത്യത്തിന്റെ വസ്ത്രം ധരിച്ച് വന്ന് നിന്നതിന് ശേഷമാണ് അവൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കേൾവിക്കാർക്ക് അത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, അത് പഴയ നിയമസഭ. പുതിയ നിയമസഭയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ ദൈവത്തിങ്കിലേക്ക് വരുന്നവൻ്റെ മേലാണ് അഭിഷേകം പകരപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അഭിഷേകം, സ്നാനപ്പെടുന്നതിന് മുമ്പ് അഭിഷേകം. യാദൃച്ഛമായി അത്യപൂർവമായി നടക്കുന്ന പ്രക്രിയകളാണ്. അങ്ങനെ ഒരുവന് അഭിഷേകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടുത്തപടി സ്നാനപ്പെട്ടിരിക്കും. അത് ആ സ്നാനത്തിലേക്ക് നടത്തുന്ന അനുസരണത്തിന്റെ ആത്മാവാണ് അവൻ പ്രാപിച്ചത്. അപ്പൊ നിൽക്കട്ടെ, ഇവിടെ കുളിച്ച് വസ്ത്രം മാറിയവന്റെ മേലാണ് എന്ത് ചെയ്യുന്നത്? അഭിഷേക തൈലം ഒഴിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഒരുവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനന്തരം അവൻ രക്ഷ എന്ന അങ്കി ധരിക്കപ്പെടുകയാണ്. നീതി എന്ന വസ്ത്രം അവൻ എന്ത് ചെയ്യാണ്? ദൈവം ഉടുപ്പിക്കുകയാണ്. അത് അന്തരാത്മാവ് നടക്കുന്ന ഒരു പ്രക്രിയ. അനന്തരം അവൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം അഭിഷേകം പകരുന്നു. അത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ച് നമുക്ക് ഇതിനെ വിരാമം കുറിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ഈ പറഞ്ഞിരിക്കുന്ന ഈ തൊട്ടി ഏത് തൊട്ടിയിലാണ്? ഈ തൊട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിനുക്കപ്പെട്ട തൊട്ടി, അല്ലേ? മിനുക്കിയ താമരങ്ങൾ ഉണ്ടാക്കിയ തൊട്ടിയിലാണ് ഈ വെള്ളം നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, വിശുദ്ധീകരണം എന്ന ആ മിനുക്ക് പണി, വിശുദ്ധീകരണം, നിർമ്മലീകരണം, നീതീകരണം എന്ന ഒരു വലിയ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. നമ്മൾ ചിലത് ചെയ്യുമ്പോൾ സ്വർഗം അതിലും വലുത് നമ്മുടെ മേൽ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അംഗീകരിക്കുന്നതിൻ്റെ ഫലമായി ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നീതീകരണം. നമ്മളിവിടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു. ഇത്ര നമ്മളിവിടെ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ എന്ത് ചെയ്യുക? നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങളെ മോചിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തതും ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നതുമായൊരു പ്രക്രിയയാണ്. അത് സംഭവിക്കുന്നു. അനന്തരം ദൈവം എന്ത് ചെയ്യുക? അനന്തരം ദൈവം ചെയ്യുന്നത് നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്നും സ്വർഗം നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനും പ്രത്യക്ഷമായ, നമ്മുടെ ഓരോ വ്യക്തിക്കും പ്രത്യക്ഷമായി ഉള്ള അനുഭവം അല്ലെങ്കിൽ അംഗീകാരം, തിരിച്ചറിവിന് വേണ്ടി അവൻ ഉയരത്തിലെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടും. നിങ്ങളെ വീണ്ടെടുക്കുന്ന നാളിനായി പരിശുദ്ധാത്മാവിനാണല്ലോ നിങ്ങളെ വീണ്ടെടുക്കുന്ന നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവൻ പരിശുദ്ധാത്മാവ് നാൾ നമ്മളെ എന്ത് ചെയ്യുന്നു? മുദ്രയിട്ട് നമ്മളെ അംഗീകരിക്കുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, കുളിച്ച് മിനുക്കപ്പെട്ടവരായി
കുളിച്ച് വസ്ത്രം മാറപ്പെട്ടവരായി നീതീകരണം പ്രാപിച്ചതായി തീർന്ന് അഭിഷിക്തന്മാരായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈ തൊട്ടിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങളെ വൃഥാവാക്കി കളയാതെ, അതിനെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളയാതെ, അതിനെ ഏതോ ഒരു അറിവിൻ്റെ ഒരു തലമായിട്ട് മാത്രം ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവി സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് കൃപ പകരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ച് ആമേൻ.